ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു കൗമാര വിസ്മയം സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഉദിച്ചുയർന്നിരിക്കുന്നു. വെറും 15-കാരനായ രാജസ്ഥാൻ റോയൽസ് താരം വൈഭവ് സൂര്യവംശി T20 ക്രിക്കറ്റിൽ 100 സിക്സറുകൾ തികയ്ക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. വിഖ്യാത വെസ്റ്റ് ഇൻഡീസ് താരം കെയ്റോൺ പൊള്ളാർഡിന്റെ കാലപ്പഴക്കം ചെന്ന റെക്കോർഡാണ് ഈ കൊച്ചുമിടുക്കൻ അനായാസം മറികടന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ നിർണായക മത്സരത്തിൽ സവായ് മാൻസിംഗ് സ്റ്റേഡിയം ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു. തന്റെ T20 കരിയറിലെ 99 റൺസുകൾ എന്ന നാഴികക്കല്ലിൽ നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശി ക്രീസിലെത്തിയത്. ഗാലറിയിലിരുന്ന 10,000-കണക്കിന് ആരാധകർ ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ആ നിമിഷം വന്നടഞ്ഞു. നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ഇന്ത്യയുടെ സ്റ്റാർ പേസർ മുഹമ്മദ് സിറാജിനെതിരെ അസാമാന്യമായ കരുത്തോടെ ബാറ്റ് വീശിയ വൈഭവ് പന്തിനെ അതിർത്തിക്ക് മുകളിലൂടെ പറത്തി തന്റെ 100ാം സിക്സർ പൂർത്തിയാക്കി. വെറും 15 വയസ്സും 44 ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ ഈ അവിശ്വസനീയമായ നേട്ടം കൈവരിച്ചതിലൂടെ T20 ക്രിക്കറ്റിൽ 100 സിക്സറുകൾ തികയ്ക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ചരിത്ര റെക്കോർഡ് വൈഭവ് സ്വന്തമാക്കി. കെയ്റോൺ പൊള്ളാർഡിനെ പോലുള്ള ഇതിഹാസങ്ങൾ വാണിരുന്ന ആ സിംഹാസനത്തിലേക്ക് 20 വയസ്സ് തികയുന്നതിന് മുൻപേ തന്നെ തന്റെ പേര് സുവർണാക്ഷരങ്ങളാൽ എഴുതി ചേർത്തുകൊണ്ട് ഈ കൊച്ചുമിടുക്കൻ നടന്നു കയറുകയാണ്. കെയ്റോൺ പൊള്ളാർഡിന്റെ ദീർഘകാലത്തെ റെക്കോർഡിന് വൈഭവ് സൂര്യവംശി മറികടന്നത് വെറും ഒരു നാഴികക്കല്ല് എന്നതിലുപരി അത് കൈവരിച്ച വേഗതയിലൂടെ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. T20 ക്രിക്കറ്റിൽ 100 സിക്സറുകൾ തികയ്ക്കാൻ ഇതിഹാസ താരം പൊള്ളാർഡിന് 843 പന്തുകൾ വേണ്ടി വന്നപ്പോൾ വെറും 514 പന്തുകളിൽ നിന്ന് ആ ലക്ഷ്യം പൂർത്തിയാക്കി വൈഭവ് പുതിയ ചരിത്രം കുറിച്ചു. ബാറ്റിംഗിലെ ഈ അസാമാന്യമായ വേഗതയും പ്രഹരശേഷിയും ക്രിക്കറ്റ് നിരീക്ഷകരെ ഒന്നടങ്കം അമ്പരപ്പിക്കുന്നുണ്ട്. പവർ ഹിറ്റിംഗിൽ കരുത്തരായ ഹിറ്റർമാരെ പോലും അതിശയിപ്പിക്കും വിധം ലോഫ്റ്റ് ഡ്രൈവുകളിലും പുൾ ഷോട്ടുകളിലും അതീവ കൃത്യത പുലർത്താൻ ഈ 15-കാരന് സാധിക്കുന്നു എന്നത് താരത്തിന്റെ പ്രതിഭയുടെ ആഴം വ്യക്തമാക്കുന്നു. റെക്കോർഡ് നേട്ടത്തിന് ശേഷവും വൈഭവ് തന്റെ തകർപ്പൻ ബാറ്റിംഗ് തുടർന്നു എന്നത് കാണികളെ ആവേശഭരിതരാക്കി. ദക്ഷിണാഫ്രിക്കയിൽ പേസർ കാസിഗോ റബാഡയെയും സിക്സറിന് പറത്തി തന്റെ ആക്രമണ ശൈലി മാറ്റമില്ലാതെ തുടരുമെന്ന് താരം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പോരാട്ടം അപ്രതീക്ഷിതമായി അവസാനിച്ചത് മുഹമ്മദ് സിറാജിന്റെ മാരകമായ ഒരു ബൗൺസറിലായിരുന്നു. മണിക്കൂറിൽ 146.6 കിലോമീറ്റർ വേഗതയിൽ സിറാജ് എറിഞ്ഞ കൃത്യതയാർന്ന ബൗൺസർ പ്രതിരോധിക്കാനാവാതെ വൈഭവ് പുറത്താവുകയായിരുന്നു. വെറും 16 പന്തിൽ നിന്ന് 3 സിക്സറുകളും 3 ഫോറുകളും ഉൾപ്പെടെ 36 റൺസാണ് ആ കൊച്ചുമിടുക്കൻ അടിച്ചുകൂട്ടിയത്. വൈഭവിന്റെ വിക്കറ്റ് വീഴ്ത്തിയ ശേഷം സിറാജ് നടത്തിയ വൈകാരികമായ ആഹ്ലാദ പ്രകടനം ആ വിക്കറ്റ് അത്രത്തോളം നിർണായകമായിരുന്നു എന്നും ആ 15-കാരൻ ക്രീസിൽ ഉയർത്തിയ വെല്ലുവിളി എത്രത്തോളം വലുതായിരുന്നു എന്നും വ്യക്തമാക്കുന്നതായിരുന്നു. IPL 2026 സീസണിൽ വൈഭവ് സൂര്യവംശിയുടെ അവിശ്വസനീയമായ കുതിപ്പ് തുടരുമ്പോൾ മറ്റൊരു വമ്പൻ റെക്കോർഡ് കൂടി ഈ 15-കാരന്റെ കയ്യകലത്താണ്. 2024 സൺറൈസേഴ്സ് ഹൈദരാബാദിനായി അഭിഷേക് ശർമ്മ സ്ഥാപിച്ച 42 സിക്സറുകൾ എന്ന റെക്കോർഡാണ് ഇപ്പോൾ ഭീഷണിയിലായിരിക്കുന്നത്. ഈ സീസണിൽ മാത്രം ഇതിനോടകം 40 സിക്സറുകളും പറത്തിക്കഴിഞ്ഞ വൈഭവിന് ഇനി വെറും 3 സിക്സറുകൾ കൂടി നേടിയാൽ ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന ചരിത്ര ബഹുമതി സ്വന്തമാക്കാം. എന്നാൽ വൈഭവിന്റെ ഈ വെടിക്കെട്ട് പ്രകടനങ്ങൾക്കിടയിലും രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞ മത്സരത്തിൽ വിജയം കണ്ടെത്താനായില്ല എന്നത് ആരാധകരെ നിരാശരാക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 229 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 152 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. 77 റൺസിന്റെ ഈ പടുക്കൂറ്റൻ ജയത്തോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് കുതിച്ചപ്പോൾ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമായി നിലനിർത്താൻ പോരാടുന്ന രാജസ്ഥാന് ഈ തോൽവി വലിയൊരു തിരിച്ചടിയായി മാറി.